പിറുപിറുക്കുന്ന സ്വഭാവം പല വ്യക്തികളിലുമുണ്ട്. പ്രായമാകുമ്പോൾ ചുമ്മാ പിറുപിറുത്തുകൊണ്ടിരിക്കും. ചില മാനസിക രോഗത്തിൻ്റെ തലമായിട്ട് പ്രത്യേകിച്ച് സ്കിസോഫ്രീനിയ രോഗികൾ ഇങ്ങനെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഇരുന്ന് ചിരിക്കും. അത് ഒരു ബലഹീനത, ഒരു രോഗമാണത്. അങ്ങനെയുള്ള തരമുണ്ട്. പിന്നെ മറ്റുള്ളവർക്ക് അവരുടെ ദേഷ്യമോ ടെൻഷനോ ഒക്കെ വന്നു കഴിയുമ്പോൾ ചില ചേട്ടത്തിമാർ പിറുപിറുക്കും, പിള്ളേരിരുന്ന് പിറുപിറുക്കും. ഇങ്ങനെയൊക്കെയുള്ള തരങ്ങളുണ്ട്. കൂടുതലായിട്ടുള്ള തരങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ട് മരുന്നും കൂടെ കഴിക്കുന്നത് നല്ലതാണ്. അതിനോടനുബന്ധിച്ച് സ്കിസോഫ്രീനിയ അല്ലെങ്കിൽ സെപ്റ്റോക്ക് എന്നൊക്കെ പറയും. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി വരും. ഇതുപോലെ തന്നെ സ്വന്തമായിട്ട് ഒരു ജീവിത നവീകരണവും പ്രാർത്ഥനയും ഒക്കെ വന്നു കഴിയുമ്പോൾ ഇത് ഒത്തിരി കുറഞ്ഞു കിട്ടും. മനസ്സിന് ശാന്തി കിട്ടിക്കഴിയുമ്പോൾ പ്രാർത്ഥന കിട്ടും. ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുന്നത് നല്ലതാണ്. ഇതുപോലെ ജീവിത നവീകരണം വരുത്തുക, കുമ്പസാരം, കുർബാന, ഇങ്ങനെയുള്ളതെല്ലാം ഇങ്ങനെയുള്ള സ്വഭാവമുള്ളവർക്ക് നല്ലതാണ്. ജീവിതത്തിനൊരു ആത്യന്തികമായ ലക്ഷ്യമുണ്ടാകുക, മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം കിട്ടുക, കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള തലങ്ങളിൽ ത്തിലൂടെ ഇത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. കർത്താവേ, ഈ ബലഹീനതകളിൽ നിന്ന് മോചിപ്പിക്കണമേ. തന്നെ പിറുപിറുത്തിരിക്കുന്ന സ്വഭാവത്തിൽ നിന്ന് കർത്താവേ ഇവരെ രക്ഷിക്കണമേ, ഇവരെ സുഖപ്പെടുത്തണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കും. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കും.